നമസ്കാരം, ഞാൻ ഷൈൻ പണിക്കർ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട യോഗങ്ങളെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയം. കൂടുതൽ പേർക്ക് അറിയാവുന്നത് രാജയോഗം. സാർ, എൻ്റെ ജാതകത്തിൽ രാജയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാണ് പലരും പറയാറുള്ളത്. ചക്രവർത്തി യോഗം, നീചഭംഗ രാജയോഗം, ഇങ്ങനെയുള്ള ചില സംശയങ്ങളാണ് കൂടുതൽ ആൾക്കാരുള്ളത്. എന്നാൽ അതിനേക്കാളും വളരെ നല്ല യോഗങ്ങൾ ഗ്രഹനിലയിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ യോഗങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്ന 5 യോഗങ്ങളുണ്ട്. ഈ യോഗങ്ങളുള്ളവർക്ക് നേരത്തെ ഞാൻ ഈ പറയുന്ന രാജയോഗങ്ങളെക്കാൾ ഫലം ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന പഞ്ചമഹാപുരുഷ യോഗം. രാജയോഗത്തിന് ഇക്വലന്റ് തന്നെയാണ്, അതും രാജയോഗത്തിൽപ്പെടുന്നത് തന്നെയാണ്. അപ്പൊ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനമല്ല, ഈ 5 പ്രധാനം തന്നെയാണ്. അതിൽ വ്യാഴത്തെ കൊണ്ട്, ഈ 5 ഗ്രഹങ്ങളെ കൊണ്ടാണ് ഈ പഞ്ചമഹാപുരുഷ യോഗം. വ്യാഴത്തിനെ കൊണ്ട്, ശുക്രനെ കൊണ്ട്, ബുധനെ കൊണ്ട്, ചൊവ്വയെ കൊണ്ട്, ശനിയെ കൊണ്ട്. അപ്പൊ ഈ 5 ഗ്രഹങ്ങളുമായി റിലേറ്റ് ചെയ്താണ് ഈ പഞ്ചമഹാപുരുഷ യോഗം. അതിൽ ആ വ്യാഴവുമായി റിലേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞത്. അതായത് വ്യാഴത്തിന്റെ സ്വക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ധനവും മീനവും. വ്യാഴത്തിന് ഏറ്റവും ബലമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് കർക്കിടകം. അപ്പൊ വ്യാഴം സ്വക്ഷേത്രങ്ങളിലോ ഉച്ചക്ഷേത്രത്തിലോ, അതായത് ധനുവിലോ മീനത്തിലോ അല്ലെങ്കിൽ കർക്കിടകത്തിലോ നിൽക്കുകയും ആ രാശി ലഗ്നമായോ അല്ലെങ്കിൽ ലഗ്നം മുതൽ എണ്ണുമ്പോൾ 4-ാം ഭാവമായോ 7-ാം ഭാവമായോ 10-ാം ഭാവമായോ വരികയോ ചെയ്യുമ്പോഴാണ് വ്യാഴത്തെ കൊണ്ടുള്ള ആ പഞ്ചമഹാപുരുഷ യോഗം അഥവാ ഹംസയോഗം എന്ന് പറയുന്ന യോഗം നമുക്കുണ്ടാകും. അപ്പൊ വ്യാഴത്തെ കൊണ്ടുണ്ടാകുന്ന യോഗമാണ് ഹംസയോഗം. വ്യാഴം എവിടെയെങ്കിലും നിന്നാൽ പറ്റത്തില്ല. ഗ്രഹനിലയിൽ ധനുവിലോ മീനത്തിലോ നിൽക്കുകയും വേണം, അല്ല കർക്കിടകത്തിലോ നിൽക്കുകയും വേണം. ധനുവിലോ മീനത്തിലോ കർക്കിടകത്തിലോ, ഈ 3 രാശികളിൽ ഏതെങ്കിലും ഒന്ന് നിൽക്കുകയും വേണം. ആ രാശി ലഗ്നമോ കേന്ദ്രമോ ആവും. ഈ കേന്ദ്രം എന്ന് പറയുന്നതാണ് 4, 7, 10. അപ്പൊ ഹംസയോഗമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ബഹുമാനം അർഹിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അധ്യാപകനാവുക, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ആളാകുക, അങ്ങനെയുള്ള പൊസിഷനിലൂടെ പോകുന്ന ആളായിരിക്കും ഹംസയോഗം. അപ്പോൾ വ്യാഴത്തെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന യോഗമാണ് ഹംസമഹായോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹംസമഹായോഗം ഉള്ളതുകൊണ്ട് മാത്രം ആ പുള്ളി ഭയങ്കര രക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ അധ്യാപനാണെന്നോ എൻ്റെ. കാരണം മറ്റ് ഗ്രഹങ്ങൾ മോശസ്ഥാനത്താണെങ്കിൽ അത് എല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എന്നാലും ഈ യോഗമുള്ള ഒരാൾ എന്തായാലും തീരെ മോശക്കാരനാവില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് അത്യാവശ്യം മറ്റുള്ളവരെ സഹായിക്കാനും അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായി കൊണ്ടുപോകാനും കഴിയുന്ന ഒരു യോഗമാണ് ഹംസയോഗം. 2ാമത്തെ പ്രധാന യോഗങ്ങളിൽ ഒന്നാണ് ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന യോഗം. അപ്പൊ ശുക്രന്റെ സ്വക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇടവം, തുലാം. ശുക്രൻ ഏറ്റവും ബലമുള്ള രാശി എന്ന് പറയുന്നത് മീനരാശി, ഉച്ചരാശി എന്ന് പറയുന്നത് ശുക്രൻ ഏറ്റവും കൂടുതൽ ബലം. അപ്പൊ ഇടവം, തുലാം, മീനം, ഈ 3 രാശികളിൽ എവിടെയെങ്കിലും ശുക്രൻ നിൽക്കുകയോ ആ രാശിയിൽ തന്നെ ശുക്രന്റെ കൂടെ അതല്ല എന്നെഴുതുന്നതാണ് ലഗ്നം വരികയോ അല്ലെങ്കിൽ ലഗ്നം മുതൽ നമ്മൾ എണ്ണുമ്പോൾ 4ാമതായി ഈ കോളം വരികയോ അല്ലെങ്കിൽ 7ാമതായി വരികയോ 10ാമതായി വരികയോ ചെയ്താലാണ് ശുക്രനെ കൊണ്ടുള്ള ആ പഞ്ചമഹായോഗം. അതിന്റെ പേരാണ് മാളവ്യ യോഗം. മാളവ്യ യോഗം കൂടുതലുള്ള ആൾക്കാർക്കുള്ള ലക്ഷണങ്ങൾ ചോദിക്കുമ്പോൾ ശുക്രൻ ബലമായിട്ട് എന്ന് കഴിഞ്ഞാൽ കലാപരമായി ബന്ധപ്പെടുക, ധനസമ്പാദനം, അതായത് സ്വന്തമായ ബിസിനസ്, പിന്നെ ധനത്തിന് അത്രയധികം ബുദ്ധിമുട്ട് വരാത്ത തരത്തിലുള്ള ജീവിതമാവുക, ജനിക്കുമ്പോഴേ അത്യാവശ്യം ധനപരമായ തരത്തിൽ തന്നെ ജീവിച്ചു വരിക, അങ്ങനെയുള്ള യോഗമാണ് ഈ മാളവ്യ യോഗം എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായി അദ്ദേഹം അഭ്യസിച്ചിരിക്കും. പക്ഷെ ഇത് 100% പറയണമെന്നുണ്ടെങ്കിൽ ശുക്രൻ നിൽക്കുന്ന സ്ഥാനത്തിനേക്കാൾ മാത്രമല്ല 4-5 ഭാവങ്ങൾ, കർമ്മഭാവം, ഇതെല്ലാം ആ ഒരു ശുക്രനുമായി റിലേറ്റ് ചെയ്തും കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ശുദ്ധമായ ഗ്രഹങ്ങളും കൂടെ ആണെന്നുണ്ടെങ്കിലാണ് ഈ മാളവ്യ യോഗം പൂർണ്ണം. അല്ലാതെ ഈ യോഗമുള്ള എല്ലാവരും വലിയ കലാകാരനാവുന്നില്ല. അപ്പൊ 4 ശുക്രൻ ഇങ്ങനെ വെച്ച് തീർക്കുക, അവർക്ക് വലിയ വാഹനങ്ങൾ, അല്ല വലിയ ഭവനങ്ങൾ എടുക്കാൻ സാധിക്കും. ഒന്നിലധികം ഭവനങ്ങൾ ഉണ്ടാവുക, ഒന്നിലധികം വലിയ വാഹനങ്ങൾ, അതായത് ചെറിയ വണ്ടികളല്ല, വലിയ വലിയ കാറുകൾ എടുക്കാൻ സാധിക്കും. ഇതെല്ലാം 4 നിൽക്കുന്നവർക്കാണ്. 10 നിൽക്കുന്നവർക്ക് കർമ്മരംഗം, ഒരിക്കലും ജോബുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് വരാതിരിക്കുക. അതൊക്കെ 10 ശുക്രൻ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെയാണ്. അഥവാ ഒരെണ്ണം പോയാൽ പോലും
പെട്ടെന്ന് തന്നെ അടുത്തൊരു ജോലിയിലേക്ക് മാറാൻ സാധിക്കുക, അവർക്കൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ പഞ്ചമഹായോഗങ്ങൾ ഞാൻ ഈ പറയുന്നുണ്ട്. അതായത് വ്യാഴം സുക്ഷേത്രത്തിൽ മാംസയോഗം, ശുക്രൻ നിൽക്കുമ്പോൾ മാളവ്യ യോഗം എന്ന് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ യോഗമുള്ളവർക്ക് ആ ദശാകാലം കൂടി അനുഭവിച്ചു വരുമ്പോഴാണ് ഈ യോഗം പൂർണ്ണമാകും. ഇപ്പൊ മാളവ്യ യോഗമുള്ള ഒരാളാണ്, പക്ഷെ ആ ആളിന്റെ ശുക്രദശ വയസ്സുകാലത്ത് 80 മുതൽ 100 വയസ്സ് വരെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാളവ്യ യോഗം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ദശാകാലം കൂടി അദ്ദേഹത്തിന് ആ ചെറുപ്പകാലം അല്ലെങ്കിൽ ആ ഒരു 50 വയസ്സിനുള്ളിൽ വരികയാണെങ്കിലാണ് ആ യോഗത്തിന്റെ പൂർണ്ണമായ ഫലങ്ങൾ വരിക, അതിന്റെ നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാം. ഇനി മൂന്നാമത് വരുന്ന ഒരു യോഗമാണ് രുചക മഹായോഗം എന്നാണ് പറയുന്നത്. അതായത് ചൊവ്വയെ കൊണ്ടുള്ള യോഗമാണ് രുചക മഹായോഗം. ചൊവ്വ സുക്ഷേത്രത്തിൽ നിൽക്കുക. ചൊവ്വയുടെ സുക്ഷേത്രം എന്ന് പറയുന്നത് മേടമോ വൃശ്ചികമോ രാശികളിലായിട്ട് നിൽക്കുക. ഉച്ചരാശി എന്ന് പറയുന്നത് മകരം. ഈ 3 രാശികളിൽ എവിടെയെങ്കിലും ചൊവ്വ നിൽക്കുക, അത് ലഗ്നമോ കേന്ദ്രമോ ആവുക. അങ്ങനെ വരുന്ന യോഗമാണ് രുചക മഹായോഗം. രുചക മഹായോഗമുള്ള ഒരു വ്യക്തിക്ക് ആജ്ഞാശക്തി കൂടുതലാകും. യൂണിഫോം ധരിക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നല്ല വിൽ പവർ ഉള്ള ഒരു വ്യക്തിയായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇതാണ് രുചക മഹായോഗം എന്ന് പറയുന്നത്. രുചക മഹായോഗം ഉള്ള ആളായിട്ടാണ് പറയപ്പെടുന്നത്. രുചക മഹായോഗം എന്ന് പറയുന്നതാണ് ആജ്ഞാശക്തി ഉള്ള നല്ല പവർഫുൾ. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് വരുമ്പോൾ ആ വാക്കിനെ അനുസരിക്കത്തക്ക ഒരു പവർ ആ രുചക മഹായോഗം ഉള്ള ആളുണ്ട്. മാളവ്യോഗമുള്ള ഒരാൾ അങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹം കുറച്ച് രസികപ്രിയനാണ്. അപ്പൊ രസികപ്രിയത്തുള്ള ഒരാൾ പറയുന്ന ശബ്ദവും ആജ്ഞാശക്തിയുള്ള ഒരാൾ പറയുന്ന ശബ്ദവും തമ്മിൽ വ്യത്യാസം. രുചക മഹായോഗം എന്ന് പറയുന്നത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ട ഒരു യോഗമാണ്. ആ യോഗമുള്ള ആൾക്കാർ ഇങ്ങനെയാണ്. അത് 10ലാണ് രുചിക്ക്, 10ാം ഭാവത്തിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായി അദ്ദേഹം യൂണിഫോം എടുത്ത് നല്ലൊരു പോസ്റ്റിൽ ഇരിക്കേണ്ട ആളാണ്. അതായത് നല്ല ഉയർന്ന മറ്റുള്ളവരെ ആജ്ഞാശക്തി നിർത്താൻ കഴിയുന്ന പോസ്റ്റിൽ ഇരിക്കാൻ കഴിയും 10ലെ, അതായത് ചൊവ്വ നിൽക്കുന്ന യോഗം. അടുത്ത 4ാമതായി പറയാനുള്ളതെന്ന് വെച്ചാൽ ശനിയെ കൊണ്ട് നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണ് ശനി. പക്ഷെ ശനി മകരം കുംഭം രാശികളിൽ നിൽക്കുക, അല്ലെങ്കിൽ തുലാം രാശികളിലാണ് ശനിക്ക് ഏറ്റവും ബലം, ഉച്ച ക്ഷേത്രമാണ്. അപ്പൊ ഈ 3 രാശികളിൽ എവിടെയെങ്കിലും ശനി നിൽക്കുക, അത് ലഗ്നമോ കേന്ദ്രമോ ആയി വരിക. അതായത് ലഗ്നാൽ ശനി ഉച്ചത്തിലാണ്, തുലാം ലഗ്നമാണ്. അങ്ങനെ ഒരു രാശിക്കാരനാണ് ശശമഹായോഗം എന്നാണ് ശനിയെ കൊണ്ടുള്ള യോഗം എന്ന് പറയുന്നത്. അപ്പൊ ശനിക്കും രാജയോഗത്തിൽ ഒരു പങ്കുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. ശനിയെ കൊണ്ട് യോഗമുള്ള ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ഥിരതയുള്ള വ്യക്തിയായിരിക്കും. വളരെ സ്ഥിരം എന്ന് വെച്ചാൽ സ്ഥിരമായ സമ്പത്തുള്ള, സ്ഥിരമായ സ്വത്തുക്കളുള്ള, ഭാവിയിൽ വളരെ വിസ്തൃതിയുള്ള, അതായത് ഏക്കറുകണക്കിന് വസ്തു വാങ്ങാൻ സാധിക്കുക. ആ ആളുടെ ജോലിയിൽ അദ്ദേഹം വളരെ സ്ഥിരതയുള്ളതും എന്നാൽ വളരെ വിശാലമായതുമായ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായിട്ടിരിക്കാൻ സാധിക്കും. ഇതെല്ലാം ശശമഹായോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നതാണ്. എന്നാൽ ആൾ പൊതുവെ കുറച്ച് സ്ലോലിനെസ് കാണിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ആ സ്ലോലിനെസ്സിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വളരെ അതായത് ഏത് യോഗങ്ങളെക്കാളും വളരെ രീതിക്ക് ആ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന യോഗമുള്ളവരാണ് ഈ ശശമഹായോഗമുള്ളവർ. അപ്പൊ അവിടെ ശനിയെ കൊണ്ടുള്ള യോഗമാണ്. ഇനി അവസാനത്തേത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ ബുധനെ കൊണ്ടുള്ള, അതായത് ബുധൻ മിഥുനം കന്നി രാശികളിൽ നിൽക്കും. കന്നി തന്നെയാണ് ബുധന്റെ ഉച്ചക്ഷേത്രം. അപ്പൊ ഈ രാശികളിൽ നിൽക്കുന്ന ബുധനാവുകയും അത് ലഗ്നമോ കേന്ദ്രമോ, അത് ലഗ്നം എന്ന് വെച്ചാൽ ലഗ്നാൽ ബുധൻ, മിഥുന ലഗ്നക്കാരനാവുക, അവിടെ തന്നെ ബുധൻ നിൽക്കുക. അല്ലെങ്കിൽ കന്നി ലഗ്നക്കാരനാകുക, അവിടെ തന്നെ ബുധൻ നിൽക്കുക. അതാണ് ലഗ്നാൽ ബുധൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 4ാം ഭാവം വരിക. അപ്പൊ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 7ാം ഭാവം വരിക, അല്ലെങ്കിൽ 10ാം ഭാവത്തിൽ ബുധൻ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ബുധനെ കൊണ്ടുള്ള പഞ്ചമഹാപുരുഷ യോഗം. അതിന് ഭദ്രായോഗം എന്നാണ് പറയുന്നത്. അപ്പൊ ബുധനെ കൊണ്ടുള്ള, ബുധൻ അറിവിന്റെ കാരണമാണ്, ബുദ്ധി. ആ വ്യക്തിക്ക് അത്യാവശ്യം നല്ല പാണ്ഡിത്യം ഉണ്ടാകും. വീണ്ടും എത്ര വയസ്സായാലും അദ്ദേഹത്തിന് പഠിക്കാനുള്ള ഒരു താല്പര്യം വരും. വീണ്ടും വീണ്ടും അദ്ദേഹം പഠിച്ച് മുന്നോട്ട് പോകും. ഒരിക്കലും പുസ്തക വായനത്തിന്റെ നേതൃത്വത്തിൽ അറിവ് സമ്പാദിക്കാനുള്ള ഒരു വഴിയും അദ്ദേഹം അടയ്ക്കത്തില്ല. അദ്ദേഹം അറിവ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ മഹത്തായ ഗുരുക്കന്മാരെ പരിചയപ്പെടുക, അവരിൽ നിന്ന് അറിവുകൾ സ്വീകരിക്കുക, ഇതെല്ലാം ഭദ്രായോഗം കൊണ്ടുണ്ടാകും. എത്ര വയസ്സായാലും അദ്ദേഹത്തിന് പഠിക്കാനുള്ള താല്പര്യത്തിലൂടെ മുന്നോട്ട്. അപ്പൊ ഇങ്ങനെ 5 മഹായോഗങ്ങളാണ് പ്രധാനമായ ഒരു ഗ്രഹനിലയിലുള്ളത്. അപ്പൊ ഈ യോഗങ്ങളുള്ളവർ
കൃത്യമായി പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇവരെയും രാജയോഗക്കാരെന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.